ജീവിതത്തിൽ നാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരണമെങ്കിൽ തീവ്രമായ പരിശ്രമവും തീവ്രമായ പരിശീലനവും ആവശ്യമാണ്. ജീവിതത്തിൽ നാം അറിവ് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അറിവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുക തന്നെ ചെയ്യും. കടലിൻ്റെ തിരമാലകൾ പോലെ ശക്തവും തീവ്രവുമാണ് അറിവ്. ആ അറിവ് ഗ്രഹിക്കുവാനുള്ള മനക്കരുത്തും മനസ്സിൻ്റെ ശക്തിയുമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. നാം എപ്രകാരമാണ് അറിവിനെ പ്രാപ്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്, അപ്രകാരം നമ്മുടെ ഉള്ളിലേക്ക് നാം ഗ്രഹിക്കുന്ന അറിവ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കുടത്തിൽ ജലം നിറക്കുന്നത് പോലെ വളരെ സരളവും വളരെ തീവ്രവുമായ കാര്യമാണ് അറിവ് ഗ്രഹിക്കുക എന്നത്. നാം എപ്രകാരമാണ് ആ പാത്രത്തിൽ ജലം ശേഖരിക്കുന്നത്, അപ്രകാരം നമ്മുടെ ഉള്ളിൽ നാം ഗ്രഹിക്കുന്ന അറിവുകൾ നമ്മുടെ ഉള്ളിൽ നിറയുക തന്നെ ചെയ്യും. ആ അറിവിനെ നാം എത്രത്തോളം മറ്റു വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുന്നുവോ അത്രത്തോളം നമ്മളുടെ അറിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് തീർന്നു പോവുകയില്ല. നാം മറ്റു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിവ് അത് ഇരട്ടിയായി നമ്മിൽ തന്നെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. നാം മറ്റു വ്യക്തികളുടെ മനസ്സിലും മറ്റു വ്യക്തികളുടെ മുൻപിലും ശ്രേഷ്ഠനായിത്തീരുന്നതാണ്. ഒരു വ്യക്തി ശ്രേഷ്ഠനായി തീരണമെങ്കിൽ അവൻ്റെ പരിശ്രമവും അവൻ്റെ കഠിനാധ്വാനവും മറ്റു വ്യക്തികളോടുള്ള പെരുമാറ്റവും മൂലമാണ് അവൻ ശ്രേഷ്ഠനായിത്തീരുന്നത്. എല്ലാവർക്കും ശ്രേഷ്ഠനാവാൻ സാധിക്കുകയില്ല. എങ്കിലും ശ്രമിച്ചാൽ നമുക്കും ശ്രേഷ്ഠനായി തീരുവാൻ സാധ്യമാവുന്നതാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ, നാം ചെയ്യുന്ന കർത്തവ്യങ്ങൾ, നാം ചെയ്യുന്ന പ്രതിജ്ഞകൾ ഇതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവണം. അതെല്ലാം നാം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ശ്രേഷ്ഠനായ വ്യക്തിയാകുവാൻ സാധിക്കുന്നതാണ്. മനസ്സിൻ്റെ അറിവ്, നമ്മുടെ ഉള്ളിൽ നിറയുന്ന ജ്ഞാനം, നാം മറ്റു വ്യക്തികളോട് പെരുമാറുമ്പോൾ നമ്മൾക്ക് സ്വന്തമാകുന്ന അറിവ്, നാം മറ്റു വ്യക്തികളോട് സംസാരിക്കുകയും നാം മറ്റു വ്യക്തികളോട് അടുത്ത് പെരുമാറുകയും ചെയ്യുമ്പോൾ നാം അവരോട് സംസാരിക്കുന്ന രീതിയിൽ നിന്ന് നമ്മുടെ അറിവ് നമ്മൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് സ്വയമേ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നാം ജീവിതത്തിൽ ഒരു വലിയ പടിക്കെട്ട് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ആ പടികളുടെ ഉയരങ്ങളിൽ എത്തിച്ചേരണമെന്ന് ലക്ഷ്യബോധമുണ്ടാവണം. നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന പദ്ധതികളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം. നാം എപ്രകാരമാണ് ഒരു ഉയരങ്ങളിൽ എത്തേണ്ടത് എന്ന് നമുക്ക് തന്നെ സ്വയമേ ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എത്ര ഉയരങ്ങൾ വേണമെങ്കിലും കീഴ്പ്പെടുത്താനും സാധിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ബോധമാണ് നമ്മെ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സ്ഥിരതയും നമ്മുടെ മനസ്സിൻ്റെ ബോധവും നാം ഗ്രഹിക്കുന്ന അറിവും നമുക്ക് സ്വന്തമാക്കണമെന്നുള്ള ദൃഢനിശ്ചയവും തീവ്രമായ പ്രയത്നവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഏതൊരു അറിവിനെയും ഏതൊരു കാര്യത്തെയും നമുക്ക് ഗ്രഹിക്കുവാനും എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും വേഗത്തിൽ നമുക്ക് നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാവണം. ആ വ്യക്തതയിൽ നാം സ്ഥിരതയോടെ നിന്നുകൊണ്ട് നാം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ ഓരോ കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് അവൻ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി പ്രയത്നിക്കുന്നുവോ, എത്ര തന്നെ തീവ്രതയിലാണ് അവൻ പ്രയത്നിക്കുന്നത്, ആ തീവ്രതയിൽ തന്നെ അവൻ്റെ ലക്ഷ്യങ്ങൾ അവനിലേക്ക് തന്നെ അടുക്കുകയാണ്. നാം നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി ശ്രമിക്കണം. നാം നമ്മുടെ മുമ്പിൽ വരുന്ന മാർഗങ്ങളെ കണ്ടുകൊണ്ട് അതിലെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. നാം അറിവ് സമ്പാദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവർക്കും വെളിച്ചം പകരുന്ന രീതിയിൽ നാം നമ്മുടെ അറിവ് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കണം. തീവ്രവും ശാന്തവും സരളവുമാണ് നാം ഓരോ കാര്യങ്ങളും ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള നമ്മളുടെ സ്വന്തം ബോധം നമ്മെ
പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ അറിവിനെ ഗ്രഹിക്കുവാൻ പാകത്തിന് പ്രാപ്തമാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യവും അതീവ വേഗത്തിലും സരളമായ രീതിയിലും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും മറ്റു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലെ ചിന്തകളിലാണ് വേണ്ടത്. നാം നമ്മുടെ ചിന്തകളിൽ നമുക്കൊരു ലക്ഷ്യം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി നാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം ആ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ആ ലക്ഷ്യത്തിലെത്താതിരിക്കുവാൻ ആർക്കും തന്നെ ആ ലക്ഷ്യത്തിൽ തടയാനും സാധ്യമാവുന്നതല്ല. നാം നമ്മുടെ കർമ്മങ്ങൾ സ്ഥിരമായും ദൃഢമായും ചെയ്തു തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തിയും അറിവും ജ്ഞാനവും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഏതൊരു കാര്യവും വളരെ സരളമായ രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. മറ്റു വ്യക്തികളോട് നമ്മളെങ്ങനെ പെരുമാറുന്നു, മറ്റു വ്യക്തികളുമായി നാം എപ്രകാരമാണ് അടുക്കുന്നത് എന്നിവ നമ്മളുടെ മനസ്സിലെ പെരുമാറ്റ രീതിയിൽ ആശ്രയിച്ചിരിക്കും. നാം ഓരോ വ്യക്തിയെയും പരിചയപ്പെടുമ്പോൾ നമ്മളുടെ സംസാരത്തിലൂടെ നാം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കയറിപ്പറ്റുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മുടെ സംസാരത്തിലെ മാന്യതയും നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ അറിവും മറ്റു വ്യക്തികൾക്ക് ഒരു മുൻപോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണയായി മാറണം. അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റു വ്യക്തികളുടെ മനസ്സിൽ വേഗം ഇടം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. കേസ് ടാറ്റ, ബൈ ബൈ.